ഈ കുട്ടികൾക്ക് ബുദ്ധി വികസിച്ചിട്ടില്ല, കാഴ്ചശക്തിയായി ശരിയായി കിട്ടുന്നില്ല, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ശരിയല്ല. ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ആ കുട്ടികളുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ മാതാപിതാക്കളിൽ നിന്നും അവർക്ക് കിട്ടിയ ജനിതക രോഗമാണ്. എങ്ങനെ ഈ കുട്ടികൾക്ക് ജനിതക രോഗം പിടിപെടുന്നു? അവർ അറിയാതെ സംഭവിക്കുന്ന ഈ ഒരവസ്ഥ, ആരോഗ്യകരമായി ഭൂമിയിലേക്ക് ജനിച്ചു വീഴേണ്ട കുട്ടികൾ അവരുടെ അച്ഛനും അമ്മയുടെയും അവരുടെ കുടുംബത്തിൻ്റെ തെറ്റായ ഒരു കീഴ്വഴക്കം കൊണ്ട് രോഗികളായി മാറപ്പെടുന്ന അവസ്ഥയാണ്. അതെ, കസിൻ മാരേജിൽ, അതായത് വളരെ അടുത്ത ബന്ധമുള്ള കുടുംബാംഗങ്ങൾ തമ്മിൽ മാരേജ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ജനിതക പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമാണ് നിങ്ങളിവിടെ കണ്ടിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. അടുത്ത രക്തബന്ധമുള്ളവർ തമ്മിലുള്ള മാരേജ് പുതിയൊരു സംഭവമല്ല. ലോകമുണ്ടായ മനുഷ്യരുണ്ടായ കാലം മുതൽ തന്നെ ഇത് സംഭവിച്ചു വരുന്നുണ്ട്. എന്നാൽ വിദ്യാഭ്യാസം ഉണ്ടായപ്പോൾ, ശാസ്ത്രം പുരോഗമിച്ച സമയത്ത് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, അതായത് കുട്ടികളിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് ഇന്ന് പല കമ്മ്യൂണിറ്റികളും ഇത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലും ലോകത്തെ പല സ്ഥലങ്ങളിലും ഈ പ്രോബ്ലം, അതായത് ഫസ്റ്റ് കസിൻ മാരേജ് എന്ന് പറയുന്നത് തുടർന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ ചില പ്രോബ്ലംസ് ആണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. രക്തബന്ധമുള്ളവർ തമ്മിലുള്ള മാരേജ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കൂടുതലും ഒരു പാവപ്പെട്ട ആൾക്കാരിൽ, അതായത് വിദ്യാഭ്യാസം കുറഞ്ഞ, സാമ്പത്തിക ശേഷി കുറഞ്ഞ ആൾക്കാരിലാണ് ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത്. ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ലോകമെമ്പാടുമുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും പല കമ്മ്യൂണിറ്റിയിലുള്ളവരും പണ്ട് ഇത്തരത്തിൽ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ അമേരിക്കയിലെ പഴയകാല പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമാൻ എന്ന് വിശ്വസിപ്പിച്ചിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും കസിൻ മാരേജ് അല്ലെങ്കിൽ രക്തബന്ധത്തിൽ നിന്നും കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. മാത്രമല്ല, അടുത്ത രക്തബന്ധത്തിലുള്ള വിവാഹം കാരണം നശിച്ചുപോയൊരു രാജകുടുംബം പോലും 15-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാം. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നിങ്ങൾക്കറിയാം, മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ജീനുകളാണ്. ജീനുകളിലൂടെ കോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ കോശങ്ങളുടെയും സ്വഭാവ സവിശേഷതയാണ് നമ്മളെല്ലാവരും പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾ യൂറോപ്യൻ വെളുത്ത വംശജരും, എന്നാൽ ആഫ്രിക്കയിലുള്ള കുട്ടികൾ നീഗ്രോ വംശജരായിട്ട് ജനിക്കുന്നതും വളർന്നു വരുന്നതും. നമ്മൾ മലയാളികളുടെ ഒരു രൂപപ്രകൃതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും നമ്മളൊരു അറേബ്യൻസിനെ പോലെ അല്ലെങ്കിൽ അമേരിക്കൻ പോൻസിലെ ആയിട്ട് ജനിക്കുന്നില്ല, വളരുന്നില്ല. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പാരമ്പര്യമാണ് വരുന്നത്. മാതാപിതാക്കളിൽ നിന്നും കുട്ടികളിലേക്ക് ജനിതക കൈമാറ്റം നടക്കുന്ന സമയത്ത് ആരോഗ്യകരമായ സവിശേഷതകൾ മാത്രമല്ല, ചില രോഗങ്ങളും ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഓട്ടോ സോമൽ റിസസീവ് ജീൻസ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ഈ ജീനുകൾ ഒരുപക്ഷെ എൻ്റെ ശരീരത്തിലുണ്ടാവാം, നിങ്ങളുടെ ശരീരത്തിലുണ്ടാവാം. ഇവ ആക്റ്റീവ് ആയാൽ മാത്രമേ നമുക്ക് രോഗം വരാനുള്ള സാധ്യത ഏറി വരത്തുള്ളൂ. സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ ഇത്തരത്തിൽ രോഗത്തിൻ്റെ ഒരു ജീൻ ഉണ്ടെങ്കിൽ നമ്മൾ പലരും ഇത് കാരിയേഴ്സ് ആയിട്ട്, അതായത് രോഗവാഹകരായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ ജീനുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ലക്ഷണം കാണിക്കണമെന്നില്ല. പക്ഷേ ഒരേ കുടുംബത്തിൽ തന്നെയുള്ള രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും ശരീരത്തിലുള്ള ഇത്തരത്തിൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ജീനുകൾ രണ്ടുപേരുടെ ശരീരത്തിൽ നിന്നും ഒരാളിലേക്ക് വരുന്നു. ഇത് അവരിൽ രോഗമുണ്ടാക്കാനുള്ള സാധ്യത ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു. അതായത് ഈ അടുത്ത ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും തലമുറയിൽ ഉള്ള ഇത്തരത്തിലുള്ള രോഗത്തിൻ്റെ വാഹകരായിട്ടുള്ള ജീനുകൾ അടുത്ത തലമുറയിലുള്ള ആൾക്കാർക്ക് വരാനുള്ള സാധ്യത 25% വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനിക്കുന്ന, അടുത്ത ബന്ധത്തിൽ നിന്നും ജനിക്കുന്ന കുട്ടികളിൽ 4-ൽ 1 പൂർണ്ണ രോഗിയും 4-ൽ 2 പേര് ഈ രോഗത്തിൻ്റെ കരിയേഴ്സും, ഒരാൾ ചിലപ്പോൾ ഒരു രോഗവുമില്ലാതെ ജനിക്കാനുള്ള സാധ്യതയുമുള്ളത്. ഇതിനകത്തുണ്ടാകുന്ന രോഗങ്ങൾ അനവധിയാണ്. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ കേൾവിയില്ലാത്ത ജനിതക രോഗങ്ങൾ മുതൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന രോഗപ്രതിരോധ ശേഷിക്കുറവ്, ജനിക്കുമ്പോൾ തന്നെ മുച്ചുണ്ട് അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വരുന്ന വൈകൃതങ്ങൾ, ശരീരത്തിൽ വരുന്ന ചില സ്കിന്നിൻ്റെ വിട്ടുമാറാത്ത കംപ്ലയിൻസ്, ഹൃദയത്തിന് വരുന്ന വാൽവിന് വരുന്ന കംപ്ലയിൻസ്, ശ്വാസകോശ പ്രശ്നങ്ങൾ, ആന്തരിക അവയവങ്ങൾ, ഇപ്പോൾ അവർക്ക് ജനിതകമായിട്ടുണ്ടാകുന്ന കരളിന് വരുന്ന രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ, തീർന്നില്ല, നമുക്ക് സ്കിന്നിന് വരുന്ന സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ, ആർത്രൈറ്റിസ് പോലുള്ള, അതായത് സന്ധിവാതം പോലുള്ള പ്രോബ്ലംസ്, ജനിതകമായി കൈമാറ്റം ചെയ്തപ്പെട്ടു വരുന്ന ഒരുപക്ഷെ കുട്ടികൾ ഉണ്ടാകാത്ത ചില അവസ്ഥകളുണ്ട്. കൂടാതെ ഇപ്പോൾ ഇവർ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ കുട്ടികൾക്ക് ഹൃദയമിടിപ്പ് ഉണ്ടാകത്തില്ല, കുട്ടികൾ മരിച്ചു ജനിക്കുന്ന ഒരവസ്ഥ, തുടർച്ചയായിട്ട് അബോർഷൻ വരുന്ന ഒരവസ്ഥ,
പ്രമേഹ രോഗം പോലെ, ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള അവസ്ഥകൾ, മാനസിക രോഗങ്ങൾ, അമിതമായിട്ട് ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ, ഒരുപക്ഷെ നമ്മുടെ പാരമ്പര്യത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ഇല്ലെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ ഈ ജീനുകൾ ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു അബദ്ധം കൊണ്ട് നമ്മുടെ മക്കൾ ഒന്നും അറിയാതെ നിത്യരോഗികളായിട്ട് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഒരവസ്ഥ ഈ കസിൻ മാരേജുകളിൽ വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് പലരും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊന്നുമില്ലാത്ത കസിൻ മാരേജ് അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് പലരും രോഗമുണ്ടാകുന്നല്ലോ എന്ന്. മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികൾക്ക് ഇത്തരത്തിൽ ജനിതക രോഗമുണ്ടാകാനുള്ള സാധ്യത സാധാരണഗതിയിൽ ഒരു 2.5% പറയാം. എന്നാൽ ഇത്തരത്തിൽ അടുത്ത രക്തബന്ധത്തിൽ നിന്നുമുള്ള വിവാഹത്തിലുണ്ടാകുന്ന കുട്ടികൾക്ക് രോഗം വരാനുള്ള സാധ്യത 15 മുതൽ 20% വരെയാണ്. ഞാനീ പറയുമ്പോൾ ഇത് കേൾക്കുന്ന പലരും വിചാരിക്കുന്നുണ്ടാകും ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ ആരാണ് ഇത്തരത്തിൽ കസിൻ മാരേജ്, ഈ അടുത്ത രക്തബന്ധത്തിൽ വിവാഹം കഴിക്കുന്നതെന്ന്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഇപ്പോഴും 3% പോപ്പുലേഷൻ അടുത്ത രക്തബന്ധത്തിൽ നിന്നും വിവാഹം കഴിക്കുന്നവരാണ്. സൗത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. സൗത്ത് ഇന്ത്യയിൽ ഏകദേശം 20%, കറക്റ്റായിട്ട് പറഞ്ഞാൽ 26%-നടുത്ത് ആൾക്കാർ ഇത്തരത്തിൽ വിവാഹം കഴിക്കുന്നവരാണ്. ഇതിൽ തന്നെ തമിഴ്നാട്ടിലാണ് കൂടുതൽ. തമിഴ്നാട്ടിൽ രാമനാഥപുരം എന്ന് പറയുന്ന ഒരു ജില്ലയിൽ, ഒരു ഗ്രാമത്തിൽ 42% പേരും ഇത്തരത്തിൽ വിവാഹം കഴിക്കുന്നവരാണ്. കേരളത്തിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമൊന്നുമല്ല, ചിലപ്പോൾ കണക്കുകളിൽ ഉണ്ടാകുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം 60കളിലും 70കളിലും എല്ലാം തന്നെ മുറപ്പെണ്ണ് എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കുറച്ചുകാലം മുമ്പ് വരെ 80കളിലും 90കളിലും പുറത്തിറങ്ങിയിരുന്ന മലയാള സിനിമകൾ നിങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള യുവാക്കളുടെ ഓട്ടവും അതിനെ സംബന്ധിച്ചുള്ള കഥകളും അത്രത്തോളം കോമൺ ആയിരുന്നു നമ്മുടെ നാട്ടിൽ പോലും. തമിഴ്നാട്ടിലുള്ള സിനിമകൾ നിങ്ങൾ ഇപ്പോഴും എടുത്തു നോക്കൂ, അതിനകത്ത് ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് തന്നെ മാമ എന്നാണ്. അതായത് തമിഴ്നാട്ടിൽ അമ്മയുടെ സഹോദരനെ കല്യാണം കഴിക്കുന്ന മകൾ എന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള മുറക്കല്യാണങ്ങളുടെ എണ്ണം വളരെയധികം 26-42% വരെ തമിഴ്നാട്ടിൽ വർദ്ധിച്ചു കാണുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ അടുത്ത ബന്ധത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നതെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, ജനസംഖ്യ കുറവുള്ള ചില ഗോത്രങ്ങൾ, ചില ജാതി വ്യവസ്ഥകൾ അവരുടെ ആൾക്കാരെ അവരുടെ വംശവർദ്ധനത്തിന് വേണ്ടിയിട്ട് തമ്മിൽ വിവാഹം കഴിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ഒരു വിഭാഗം ആൾക്കാരും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണം, മറ്റേതെങ്കിലും രാജ്യത്ത് പോയി താമസിക്കുകയാണെന്നിരിക്കട്ടെ, അവിടെ ഇത്തരത്തിലുള്ള അവരുടെ ഇടയിൽ വിവാഹ ബന്ധങ്ങൾ, സന്താന ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ മലബാറിലും എല്ലാം തന്നെ ഈ പണ്ട് കാലത്ത് സ്വത്ത് നൽകിയിരുന്നത് അമ്മയിൽ നിന്നും മകൾക്കായിരുന്നു. മകൾക്ക് നൽകുന്ന ഈ ഒരു സ്വത്ത് പുറത്തുള്ള മറ്റൊരു കുടുംബത്തിന് പോയി ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിൽ തന്നെയുള്ള മരുമകൻ വിവാഹം കഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മരുമക്കത്തായം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കേരളത്തിൽ പണ്ട് നിന്നിരുന്ന ഒരു ആചാരമായിരുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് തമിഴ്നാട്ടിലും നിലനിന്നിരുന്നത്. മാത്രമല്ല അടുത്തുള്ള കുടുംബത്തിൽ, അതായത് സ്വന്തം കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്ത്രീധനം അധികം നൽകണ്ട. ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിലെല്ലാം തന്നെ അടുത്തുള്ള ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് വർദ്ധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പെൺകുട്ടികൾക്ക് കൂടുതൽ സംരക്ഷണം കിട്ടും എന്ന് അച്ഛനമ്മമാർ വിശ്വസിച്ച് വന്നിരുന്നു. ഇത്തരം പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു അടുത്ത ബന്ധത്തിലുള്ള വിവാഹം നിലനിന്ന് വന്നത്. എന്നാൽ ഇപ്പോഴും ഈ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലും ഇത്തരം അനാചാരങ്ങൾ ആവർത്തിച്ചു വരുന്നു എന്നുള്ളത് അത് ഒരു മതത്തിൻ്റെ മാത്രമല്ല കേട്ടോ, പല മതത്തിലും ഇപ്പോഴും ഞാനിത് കാണുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള ജനിതക രോഗങ്ങളും വിട്ടുമാറാത്ത രോഗങ്ങളായിട്ട് കുട്ടികളെ ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ അവസ്ഥ കണ്ട് ഡോക്ടർമാർ നിസ്സഹായരാകാറുണ്ട്. ഈ ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുന്നത്. ദയവായിട്ട് നമ്മുടെ നാട്ടിൽ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച, വിദ്യാഭ്യാസം ഇത്രയും പുരോഗമിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അടുത്ത രക്തബന്ധത്തിലുള്ള മാരേജുകൾ അനുവദിക്കാതിരിക്കുക. ക്ലോസ് രക്തബന്ധത്തിലുള്ള മാരേജുകളിൽ ഒരുപക്ഷെ രോഗങ്ങളില്ലാത്ത മക്കളുണ്ടാകാം, പക്ഷേ അടുത്ത ജനറേഷനിൽ ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരാം. ഇത്തരം അവസ്ഥകൾ ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കസിൻ മാരേജ് നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരിച്ച് തന്നെ അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനിയെങ്കിലും തൻ്റേതല്ലാത്ത കാരണത്തിൽ രോഗബാധിതരായി ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ പെരുകാതിരിക്കട്ടെ. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.